ഹലോ മൈ ഫാമിലീസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീസ് വ്ളോഗ്സ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വെള്ളിയാഴ്ച രാവിലെയുള്ള പരിപാടികളാണ്. രാവിലെ എഴുന്നേറ്റത് 6 മണിക്ക് അടുത്തായിപ്പോയി. ഇന്ന് 6 മണിയാണെങ്കിൽ നേരം നല്ലോണം വെളുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂട്ടാവുക. നമ്മുടെ വീഡിയോസും ഷോർട്സും എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കമൻ്റ് ഇട്ട് എങ്ങനെ ഉണ്ടായിരുന്നൊരു അഭിപ്രായം അറിയിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ അതൊരു പ്രചോദനം ആകുന്നതായിരിക്കും. അപ്പം കൂട്ടുകാരെ കൂട്ടായിക്കോളൂ. അപ്പോൾ രാവിലെ എണ്ണീറ്റ ഉടനെ ചായക്കുള്ള റെഡിയാക്കാൻ പോവുകയാണ്. വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. എൻ്റെ ഇടയ്ക്കൂടെ പോയി വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. ചായക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് മോന് സ്കൂളില്ല, മോൾക്ക് മാത്രമേ ഉള്ളൂ സ്കൂള്. അതുകൊണ്ട് അവരുടെ സ്കൂളിൽ നിന്ന് ടൂറ് പോവുക. അപ്പോൾ ഗേൾസാണ് ഫസ്റ്റ് പോകുന്നത്. അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും അവധി. അടുത്ത ആഴ്ച ഇനി ബോയ്സ് പോകുമ്പോൾ പിന്നെ അവർക്ക് അവധി. ഇവനെ വിട്ടില്ല, പോകണമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ചേട്ടൻ പറഞ്ഞ് പോകണ്ടെന്ന്. ബ്ലാക്ക് തണ്ടർ കോയമ്പത്തൂരാണ് പോയേക്കുന്നത് എല്ലാവരും. അപ്പോൾ വേണ്ട എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ വിട്ടില്ല. അങ്ങനെ ആദ്യം അലച്ചൻ്റെ വഴക്കുമൊക്കെ ഉണ്ടായിരുന്നു, പോകണമെന്നൊക്കെ ഇച്ചിരി മൂശേട്ടയൊക്കെ ചെയ്ത്. പക്ഷേ നടന്നില്ല കാര്യം. അവൻ വിചാരിച്ച് ഇച്ചിരിയൊക്കെ പിണങ്ങുകയെന്നുണ്ടെങ്കിൽ നടക്കുന്നത്, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ ഇരിക്കുക. വീട്ടിൽ ഇരുന്ന് കുത്തിയിരുന്ന് ടി വി കാണുക. അപ്പോൾ ഇന്ന് അവന് സ്കൂളിൽ പോകാണ്ടാത്തതുകൊണ്ട് നിവിക്ക് മാത്രമേ ഉള്ളൂ സ്കൂൾ. രാവിലെ ഇവളെ എങ്ങനെ നമ്മൾ സോപ്പിടാമെന്നൊരു ഇതിലാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അണ്ണന് സ്കൂളില്ലാത്തപ്പോൾ അതുകൊണ്ട് നമുക്കെന്താണ് സ്കൂളിൽ വെച്ചത് എന്ന് ഭയങ്കര ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു. എന്നാലും സാരമില്ല, കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അത് വാങ്ങിച്ചേരാം ഇത് വാങ്ങിച്ചേരാം എന്നൊക്കെ പറഞ്ഞ് വിഷമമായിരുന്നു പുള്ളിക്കാരിക്ക് അങ്ങ് പോവാൻ. അവന് സ്കൂളുണ്ടെങ്കിൽ കുഴപ്പമില്ല. ശരി എന്തോന്ന് പറഞ്ഞ് അപ്പോൾ രാവിലെ അവളെന്ന് സോപ്പിടാൻ വേണ്ടി ഇന്ന് റോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്നും പറഞ്ഞ് അതിന് റെഡിയാക്കുക. രാവിലെ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വയ്ക്കുക എന്നുണ്ടെങ്കിൽ പാല് തിളച്ച് പൊങ്ങുന്നുണ്ട്. കുറച്ച് വെച്ചേക്കുകയാണെങ്കിൽ ഒരു കരണ്ടി എടുത്ത് കലക്കാൻ വേണ്ടി കൈ ഫ്രീ അല്ലായിരുന്നു കേട്ടോ. ശരി, അങ്ങനെ എങ്ങനെയെങ്കിലും അവളെ സോപ്പിട്ട് നല്ല ചിരിച്ച മുഖത്തോടെ പറഞ്ഞു വിടണമെന്നുള്ളൊരു ഇതിൽ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുമായിരുന്നു. അവളെ സോപ്പിടാനായിട്ട് നമ്മളിന്ന് റോൾ ചപ്പാത്തിയിലേക്ക് പോവുകയാണ്. രാവിലെ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. കൈകറിയൊക്കെ എടുത്ത് വെക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ചായ റെഡിയായപ്പം പിന്നെ നമ്മൾ ചായ റെഡിയായ ചായ കുടിക്കാതെ പരിപാടിയില്ലല്ലോ. ഇല്ലെങ്കിൽ ചായ അവിടെ ഇരുന്ന് നമ്മളെ മാടി വിളിക്കുമല്ലോ. നേരം പരപരവാ വെളുത്ത് വരുന്നു. മുറ്റത്ത് 2 മൈന ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ അതൊക്കെ പണ്ട് കഥാപ്രസംഗത്തിൽ പറയുന്നതായിരുന്നു. ഇപ്പോൾ ഒന്നുമുള്ളതല്ല. നല്ല പച്ചപ്പായിട്ട് കിടക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ മഴ കഴിഞ്ഞതിൻ്റെ അങ്ങേയാഴ്ച മഴ പെയ്തതിൻ്റെ ഭംഗിയാണിതൊക്കെ. പട്ടിയും കോഴിയും കൂടെ വഴക്കുണ്ടാക്കുവാന്നോ കളിക്കുവാന്നോ. ഇത് പട്ടി കുട്ടിയാട്ടോ, കളിക്കുവാന്നാണ് തോന്നുന്നത്. ഇത് ഞാൻ ഇന്ന് നിന്നെ പിടിച്ചേ അടങ്ങുമെന്നും പറഞ്ഞ് അവൻ വരുന്ന. ഈ കോഴിയാണെങ്കിൽ പൂവൻ കോഴിയാണെങ്കിൽ ഞാൻ നിനക്ക് പിടി തരത്തില്ലെന്നും പറഞ്ഞ് അതാ ഓടുക. അങ്ങനെ അത് രണ്ടും കൂടെ കുറച്ച് നേരം കൊണ്ട് അവിടെ കിടന്ന് കിളുത്തിട്ട് കളിക്കുക. അതും കണ്ട് നമ്മൾ നമ്മുടെ ചായയും കൂടെ കുടിച്ചുകൊണ്ടിരുന്ന്. വിടത്തില്ല നിന്നെ ഞാനെന്നും പറഞ്ഞ് പുറകെ വരിക. പക്ഷേ പിന്നെ തിരിഞ്ഞു കൊത്തുവാണെങ്കിൽ അത് ഓടിപ്പൊക്കളയും പട്ടിക്കുട്ടി. അഹങ്കാരം നോക്കിയാണ് അതിൻ്റെ. ഇവിടെ 2 കോഴിയോ പൂങ്കോഴിയോ ഇവിടെ കോഴിയൊന്നും നിൽപ്പുണ്ട്. അങ്ങനെ പ്രകൃതി ഭംഗി ഇവരുടെ കളികളും ഒക്കെ ആസ്വദിച്ച് കണ്ടുകൊണ്ട് ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് കയറി വന്ന് വേണ്ടുന്ന പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ച് 3 ഉരുളക്കിഴങ്ങ്, ഒരു സവാള, ക്യാരറ്റ്, ബീൻസ്, തക്കാളി, ബട്ടർ ബീൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാത്തിനെയും നല്ല രാത്രിയിൽ അരിഞ്ഞ് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ജോലി ഇച്ചിരി ഈസി ആയേനെ. പൊടിയായിട്ട് അരിഞ്ഞ് എടുത്ത് ഓരോന്നായിട്ട് നമ്മൾ വൃത്തിയാക്കി വഴറ്റണം. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വഴറ്റി പാതി വഴറ്റിലേ വേകണം. എന്നിട്ട് എപ്പോഴും ഇടുന്ന കണക്ക് തന്നെ കുറുമ മസാലകളെല്ലാം ഇട്ട് കുറുമയ്ക്ക് ഇത് ശകലം തിക്കായിട്ടിരിക്കണം. റോൾ ചപ്പാത്തിക്ക് നമ്മൾ കുറുമായിട്ട് കഴിക്കുകയെന്നുണ്ടെങ്കിൽ ശകലം ലൂസിൽ വെള്ളം വേണമല്ലോ തൊട്ട് കഴിക്കാൻ. അപ്പം ഞാൻ കുറുമയായിട്ടങ്ങ് വച്ചിട്ട് അവൾക്ക് മാത്രം ഒരു പാത്രത്തിൽ ശകലവും കൂടി ഇട്ട് കായ്കറികളെല്ലാം നല്ലോണം ഒന്ന് ഉടച്ച് റെഡിയാക്കി എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ അവൾക്ക് ചപ്പാത്തി റോൾ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചപ്പാത്തി റോൾ ചെയ്തപ്പോഴത്തേക്ക് ഫ്രണ്ട്സും കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എനിക്കും വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇവൾക്ക് തികഞ്ഞില്ലെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഇന്ന് 5 പീസ് വെച്ച് വിടുന്നുണ്ട്. ഒരു ചപ്പാത്തി 2 ആക്കുന്നുണ്ട്. ഈ ചപ്പാത്തി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ഇതിൻ്റെ പുറത്തോട്ട് കുറുമ ഒഴിച്ച് റെഡിയാക്കി പിന്നെ ആക്കി കൊടുത്തു വിടുകയാണെങ്കിൽ അതുങ്ങൾക്ക് ഒരു സന്തോഷം. ഇത് ഊരിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഊരിപ്പോവാതിരിക്കും. എടുക്കുമ്പോൾ ശ്രദ്ധിച്ചങ്ങ് എടുത്താൽ മതി. പക്ഷേ എൻ്റെ സ്റ്റിക്കൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങ് റെഡിയാക്കി കൊടുത്തിട്ട് 1 പീസ് 1/2 പീസ് അവൾ കഴിച്ചുകൊണ്ട് പോയി.
ബാക്കി ഞങ്ങൾക്കെല്ലാം ഇന്ന് പൂരിയാണ് ആക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്, പൂരി കുറുമാവും. അങ്ങനെ റെഡിയാക്കി പുള്ളിക്കാരിയെ റെഡിയാക്കി പറഞ്ഞു വിട്ട്. എന്നാപ്പാ എന്തോരം താങ്ങണമെന്നറിയാമോ പറഞ്ഞു വിടുന്നതിനാകും വെച്ച്. മുട്ടായിയൊക്കെ വാങ്ങിച്ച് കൊടുത്ത കടയിൽ ചെന്നിട്ട് വാങ്ങിച്ച് കൊടുത്തിട്ടാണ് പറഞ്ഞു വിട്ടത്. എനിക്ക് തന്നെ ചിരി സഹിക്കാൻ വയ്യ. ശരി, നമ്മളെല്ലാം റെഡിയാക്കി ലഞ്ച് ബാഗിനകത്തെല്ലാം പാക്ക് ചെയ്തിട്ട് അവളെ റെഡിയാക്കിയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റോഡ്, പ്രകൃതി ഭംഗി. എൻ്റെ കട ഇവിടെ ആയിരുന്നു, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ? ഇവിടെ നിന്ന് ഞാൻ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, വീഡിയോ ഷോർട്സൊക്കെ. അങ്ങനെ മുട്ടായിയൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് പുള്ളിക്കാരി ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുക. സ്കൂൾ ബസ്സൊക്കെ വന്ന് പോകുന്നുണ്ട്. ശരി, പോവാൻ സമയമായപ്പോഴത്തേക്ക് ആ വിഷമമൊക്കെ അങ്ങ് മാറി സന്തോഷമായിട്ട് പോവുക. പിന്നെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കത്തൊന്നുമില്ല. അങ്ങനെ മാഡത്തിനെ പറഞ്ഞു വിട്ടിട്ട് വന്ന് അപ്പാടാന്ന് വന്നിരുന്നപ്പോൾ ഒരു കടുങ്കാപ്പി കുടിക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ പോയൊരു കടുങ്കാപ്പി ഇട്ടുകൊണ്ട് വന്ന് വെളിയിൽ ചെടിയൊക്കെ കണ്ട്. വെയിൽ കണ്ടോ? എവിടെ വരെ അടിക്കുന്നുണ്ടോ വെയിൽ? അതൊക്കെ കണ്ടുകൊണ്ട് കടുംചായയും കുടിച്ചിട്ട് നമ്മൾ ഇന്ന് ഉച്ചക്കലത്തേക്കാണ് ചോറാക്കാമെന്നും പറഞ്ഞിരിക്കുന്നത്. ശരി, അതുകൊണ്ട് റിലാക്സായിട്ട് ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചോറും കറിയാക്കാമെന്നും പറഞ്ഞ് ഉദ്ദേശിച്ചതാണ്. ചെടി കണ്ടോ? ഈ മൈലാഞ്ചി കുഞ്ഞോണ്ടൊരു കമ്പ് മൈലാഞ്ചി പറിച്ചെടുത്തിട്ട് ആ കമ്പ് അങ്ങോട്ട് കുത്തി വെച്ചത്. പെട്ടെന്ന് ഇതങ്ങ് കയറി വരികയും ചെയ്തു. നമ്മൾ അവധിക്ക് പോയ സമയത്ത് ഇത് ഉണങ്ങിപ്പോയതൊന്നുമില്ലായിരുന്നു. കടലാസ് പൂവിൽ പൂ നല്ലോണം പിടിച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ചെടികളേ ഉള്ളൂ, ബാക്കിയെല്ലാം പട്ടുപോയുടെ. അങ്ങനെ ഇതൊക്കെ കണ്ട് എടുത്തിട്ട് പിന്നെ ഉച്ചക്കലത്തേക്ക് നമുക്കൊന്ന് ചോറ് വയ്ക്കണം, സാമ്പാറാക്കണം. അതൊരു പെട്ടെന്നൊരു വീഡിയോ ശകലം എടുത്തിട്ടേ ഉള്ളൂ. കാര്യം ഇതെല്ലാം നമ്മൾ റെഗുലറായിട്ട് ഇതൊക്കെ തന്നെയല്ലേ ഇടുന്നത്. നിങ്ങളും കണ്ട് കണ്ട് മടുത്ത് കാണും. വേറെ നമുക്ക് ഇടാൻ എന്തുകൂടെ കണ്ടൻറ്റേ ഇല്ല. നമ്മൾ വേറെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കണ്ടൻറ്റ് ഇടാം. 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, മുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കണം, സാമ്പാറിനുള്ള പുളി. അങ്ങനെ സാമ്പാർ, ചോറ്, മുട്ട പൊരിച്ചതായിട്ട് ഉച്ചയ്ക്ക് നല്ല സൂപ്പറായിട്ട് കഴിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. പിന്നെ ഇത്രയും ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞൻ വീഡിയോ. കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. ടാറ്റാ ബൈ ബൈ, സീ യു.